ഇന്നത്തെ ഷെയ്ബാക്കിച്ചൻ്റെ വീഡിയോ ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ചോറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് കറിയൊന്നുമില്ല. അപ്പോൾ സിമ്പിളായിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങ അരച്ച മീൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും കറി ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിതാ അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒരു ഹാഫ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒന്നൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഹാഫ് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്. ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനിതാ ഒരു ടേബിൾ സ്പൂണ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ അരപ്പിന് നല്ലൊരു എന്താ പറയുക കുറുകിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങയും വെള്ളമൊക്കെ ഇങ്ങനെ വേറെ വേറെ നിൽക്കും. അപ്പോൾ നമുക്കിതാ ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. നമ്മളിതാ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം. ഞാനിതാ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ അതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ തക്കാളി വാട്ടി കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈവച്ച് നന്നായിട്ടൊന്ന് ഇത് ഞരടി എടുക്കുകയാണ് ചെയ്യുന്നത്. അതായിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവാൻ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളിങ്ങനെ തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഞരടി ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് ഞരടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ അതിലേക്ക് തന്നെ ഒരു ചെറിയൊരു പീസ് പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പീസ് മതി, കൂടുതൽ വലുതായി പോകണ്ട. അപ്പോൾ പുളി കൂടിപ്പോവും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കറിയൊന്ന് തിളക്കുമ്പോഴേക്കും ഞാനിതാ മീനൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടേനെ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനിതാ നമ്മളിതാ മീനങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അയിലയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കറിയൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കണം. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിത് അയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മീനൊന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ഒന്നും ഇളക്കാൻ പാടില്ല. ഇളക്കി കഴിഞ്ഞാൽ പിന്നെ മീനൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതൊന്ന് വെന്ത് കിട്ടണം, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് മീനൊന്ന് 3/4 ഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ 2-3 പച്ചമുളക് എടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കറി തിളച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതാ എൻ്റെ മീനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ റെഡിയായി. ഇനിതാ ഇത് ഇങ്ങനെ പിടിച്ച് നമ്മളിതാ ഇങ്ങനെ ഒന്ന് ചെറ്റിച്ച് കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഒരിക്കലും ഇളക്കി കൊടുക്കരുത്. അപ്പോൾ മീനൊക്കെ ഉടഞ്ഞു പോകും. പിന്നെ ഇത് കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ കറി ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ചിട്ട് കൊടുക്കുകയേ ചെയ്യണ്ടു. ഇനി നമ്മളിത് സ്പൂണൊന്നും ഇട്ടൊന്ന് ഇളക്കി കൊടുക്കരുത്. ഇങ്ങനെ തന്നെ ഇരിക്കണം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇങ്ങനെ തന്നെ. അപ്പോഴും ഒന്ന് കറി ഒന്ന് ടൈറ്റ് ആവും. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ കറി ഒരു ലൂസായ പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഒന്ന് താളിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചിട്ട് കൊടുക്കാം. ഇതൊന്നൊന്ന് തണുത്തിട്ടുണ്ടേ. ഞാനിതാ കടുകും വറ്റൽമുളകും ഉലുവൊക്കെ ഇട്ട് ഒന്ന് താളിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണിത് ചോറിൻ്റെ കൂടെ. ഓരോ സ്ഥലത്ത് ഓരോ സ്റ്റൈലിലായിരിക്കും കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ചോറിന്.
ഈ ഒരു കറി മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ചൊരു ഇഞ്ചി തൈരും കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചി തൈര്. നമുക്ക് ഈ ഒരു മീൻ കറിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഇഞ്ചി തൈര്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ കുറച്ച് എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ചിരവീറ്റ് കൊടുക്കാം, അല്ലാതെയോ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ എടുത്താലും പ്രശ്നമൊന്നുമില്ല. ചിരവീറ്റാണെങ്കിലും അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഏതായാലും ഒരു ഹാഫ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. ഒരു വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു വലിയൊരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാനിതാ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതൊക്കെ ആണെങ്കിൽ 4 ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ എരിവ് പോലെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതൊക്കെ കടുകാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണേ, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കണം. ഇതിൽ എത്രയാണോ ആവശ്യമുള്ളത് നമുക്ക് അരക്കാൻ ആവശ്യമുള്ള തൈരിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൂടുതലൊന്നും അരിഞ്ഞു പോകണ്ട, ഒന്നൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതലങ്ങ് അരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി. നമ്മൾ ചമ്മന്തിക്കൊക്കെ അരക്കുന്നില്ലേ, അതേപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതൊന്ന് ലൂസാക്കി കൊടുക്കണം. അപ്പോൾ ലൂസാക്കുമ്പോൾ നമ്മൾ തൈരന്നെ ഒഴിച്ച് ലൂസാക്കി കൊടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ. വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതാ ആയിട്ടുണ്ട് കേട്ടോ. ഇത് സിമ്പിളാണ്, ഇത്രയേ ഇതിന് പണിയുള്ളൂ. നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ലൂസ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി തൈര് ഒഴിച്ചിട്ട് ലൂസാക്കി കൊടുക്കാം. കുറച്ചൊരു ടൈറ്റിലാണ് അതുണ്ടാവാൻ. ഓക്കെ, ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കങ്ങ് താളിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെയാണ് കഴിക്കേണ്ടത്. നമുക്കിപ്പോൾ ചോറിനൊക്കെ പെട്ടെന്നൊന്നും ഒരു കറി മാത്രമാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിന് കൂട്ടാൻ. അപ്പോൾ നമുക്കിതിലേക്കൊന്ന് താളിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് ഇഞ്ചി തൈരാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ മീൻ കറി തന്നെയാണ് കേട്ടോ കഴിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോകുന്നത്. അപ്പോൾ മീൻ കറിയും ഈ ഒരു ഇഞ്ചി തൈരും മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ, വേറൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇതാ നല്ല അടിപൊളി മീൻ കറിയും നല്ല ഈ ഇഞ്ചി തൈരും അത് മാത്രം മതി ചോറുണ്ണാൻ, വേറൊന്നും വേണ്ട നമുക്ക്. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ കഴിക്കട്ടെ. ഇൻഷാ അല്ലാ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ഇൻഷാ അല്ലാ.